ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നല്ല ഓഫറിലൊക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പറും സ്ഥലമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ നിന്നാണ്. പ്രാവുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. ബ്യൂട്ടി ഹോമറിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് കളർ. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 700 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്, ബ്യൂട്ടി ഹോമറിൻ്റെ മെയില്. അതുപോലെ തന്നെ ഇവിടെ ബർപ്പൻസ്, ഹിപ്പി ഒക്കെ കൊടുക്കാനുണ്ട്. ബർപ്പൻസ് ഹിപ്പിയും പീസ് റേറ്റ് വരുന്നത് 400 രൂപയാണ് വരുന്നത്. ഗോൾഡാണ് വരുന്നത്, സാൻഡ് കളർ. അതേപോലെ ഹിപ്പി ഉണ്ട്, പീസ് റേറ്റ് 400 രൂപയാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടർ സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട്, ഹോമർ, ബർപ്പൻസ്, അതേപോലെ ഹിപ്പികൾ. രണ്ടാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് നോർത്ത് പറവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു സ്റ്റഡ് മെയിലാണ്. സെയിലല്ല, സ്റ്റഡ് പർപ്പസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ, സ്റ്റഡ് പർപ്പസ് ആണ്. ഇതിൻ്റെ ഫീസ് വരുന്നത് 500 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് സെയിൽ ഇത് വരുന്നത്. സ്റ്റഡ് ചാർജ് വരുന്നത് 500 രൂപയും ഒരു പപ്പി കണ്ടീഷൻ എന്ന സെയിൽ ഇതാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് 2 വയസ്സുള്ള ബോക്സറിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 5000 രൂപയും ഒരു പപ്പിയും എന്നൊരു കണ്ടീഷനാണ് ഇതിന് ചോദിക്കുന്നത്. ബോക്സറിൻ്റെ ഫീമെയിൽ, 2 വയസ്സ് പ്രായമുള്ളത്. ഇതും നോർത്ത് പറവൂരിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നോർത്ത് പറവൂരിന് നമുക്ക് 3 എണ്ണം വന്നിട്ടുണ്ട്. ഒരെണ്ണം സ്റ്റഡ് മെയിലിൻ്റെ സ്റ്റഡ് സർവീസിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബോക്സർ, അതുപോലെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പാരൻസ് ആണ്. അതിൻ്റെ ഒരു പപ്പി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്, ലോങ് കോട്ട്. അപ്പോൾ ഇത് മദറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 18000 രൂപയാണ്. പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 18000 രൂപ. അപ്പോൾ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്നാണ്. റോഡ് വീലറിൻ്റെ 11 മാസം പ്രായമായ മെയിൽ ഡോഗാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി മെയിൽ ഡോഗിനെ റോട്ടിൻ്റെ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഈ റോഡ് വീലറിൻ്റെ അഡൽട്ട് മെയിൽ ഡോഗിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അഡൽട്ട് റോട്ടിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഹസ്കിയുടെ ഒരു മെയിൽ പപ്പിയാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരൻസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പേരൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫാദർ ഡോഗ് വന്നിരിക്കുന്നത് സോഫിയങ്കനല്ലേ റാംബോ എന്ന് പറഞ്ഞ ഒരു ഡോഗാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഡോഗാണ് വന്നിരിക്കുന്നത് ഫാദർ സൈഡ്. അതേപോലെ മദറും സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. വിത്ത് കേസിയുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്, മെയിൽ ഡോഗ് ഹസ്കിയുടെ. അപ്പോൾ 3 മാസം പ്രായമാണ്. അപ്പോൾ നല്ല അടിപൊളി ഹസ്കിയുടെ മെയിൽ പപ്പീനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്ക് അടുത്ത് നടത്തറയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. വിത്ത് KCI ഈ മെയിൽ ഡോഗിന് ചോദിക്കുന്ന റേറ്റ് 35000 രൂപയാണ് ചോദിക്കുന്നത്. ഹസ്കിയുടെ പപ്പി വിത്ത് KCI 35000 രൂപ. അപ്പോൾ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും ഈ ഹസ്കിയുടെ പപ്പീനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ഹസ്കിയുടെ ഒരു മെയിൽ പപ്പിയാണ് വന്നിട്ടുള്ളത്. വിത്ത് KCI ആണ് വന്നിരിക്കുന്നത്. അതേപോലെ റേറ്റും നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പാരൻ്റ് ലൈനാണ് വന്ന പപ്പിയാണ്
ഈ ഡോഗ് ഓൾ കേരള ട്രാൻസ്പോർട്ടർ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫാദർ വന്നിരിക്കുന്നത് സോഫിയങ്ങനല്ല റാംബോ ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ലൈനാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരുപാട് ഫിഷുകളും ഒക്കെ സെയിലിന് വന്നിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു ആപ്പിൾ ഗോൾഡൻ സ്നെയിലിൻ്റെ ബേബീസിന് 2 എണ്ണം 10 രൂപയാണ് വരുന്നത്. 2 പീസ് 10 രൂപ. അപ്പോൾ ഇത് ഒരുപാട് ഇവിടെ കൊടുക്കാനുണ്ട്. അതേപോലെ ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഇവിടെ സെയിലുണ്ട്. ക്രൈഫിഷ്, ക്രാബുകളൊക്കെ. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ഇത് ഓറഞ്ച് ഗോസ്റ്റ് ക്രൈഫിഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്രീഡിംഗ് പെയറും അതേപോലെ ഒരു മെയിലും എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ബ്രീഡിംഗ് പെയറും അതേപോലെ ഒരു മെയിൽ എക്സ്ട്രാ. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിന് വന്നിട്ടുള്ളത് പർപ്പിൾ ക്രാബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പർപ്പിൾ ക്രാബ് ഒരുപാട് കൂടെ സെയിലിന് ഉണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ജോഡിക്ക് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ഒരുപാട് ക്രാബുകളും ക്രൈഫിഷുകളൊക്കെ ഇവിടെ സെയിലുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ സെയിലിൽ വന്നിരിക്കുന്നത് ഓറഞ്ച് ക്രൈഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് സെയിലിൽ വന്നിട്ടുള്ളത്. ഇതാണ് പാരൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇതിന് ജോഡി 350 രൂപയാണ് ചോദിക്കുന്നത്. ഓറഞ്ച് ക്രൈഫിഷ് ജോഡി 350 രൂപ. അതേപോലെ തന്നെ ബ്ലാക്ക് വയലറ്റ് ക്രാബ് ഇതിന് വരുന്നത് ജോഡി 200 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബ്ലാക്ക് വയലറ്റ് ക്രാബ്. ജൈൻറ്റ് ക്രൈഫിഷാണ് വന്നിരിക്കുന്നത്. ഇത് പാരൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും കൊടുക്കാനായിട്ട് ജോഡി 700 രൂപയാണ് വരുന്നത്. ജൈൻറ്റ് ക്രൈഫിഷ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ക്രൈഫിഷുകളും അതേപോലെ തന്നെ ക്രാബുകൾ ഗപ്പികളൊക്കെ ഇവിടെ സെയിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുമെന്നാണ്. ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. അടുത്തായിട്ട് അവിടുന്ന് ഗപ്പികളാണ് വന്നിരിക്കുന്നത്. പർപ്പിൾ ബെറി ഡ്രാഗണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗപ്പിയുടെ റേറ്റ് വരുന്നത് ജോഡിക്ക് 400 രൂപയാണ് വരുന്നത്. പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പി. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു വെറൈറ്റി ഗപ്പിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പ്ലാറ്റിനം റെഡ് തായ്ലൻഡ് ഗപ്പിയാണ് വന്നിരിക്കുന്നത്. ജോഡിക്ക് 350 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഇയറൊക്കെ ഉള്ള ഗപ്പിയാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ഇയറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് ജോഡിക്ക് 150 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ജെറ്റ് ബ്ലാക്ക്. അപ്പോൾ ഈ ഗപ്പികളും ഇതെല്ലാം ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് എടുക്കുക റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അടുത്തായിട്ട് ജാവ റെഡ് ജോഡി 200 രൂപയാണ് വന്നിരിക്കുന്നത്. ഗപ്പി ജാവ റെഡ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചില്ലി മൊസൈക്ക് ഡംബോയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ജോഡി വരുന്നത് 250 രൂപയാണ് വരുന്നത്. ചില്ലി മൊസൈക്ക് ജോഡിക്ക് 250 രൂപ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അടൂരിൽ നിന്നാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ഡോബർമാൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ലോ റേറ്റിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് വന്ന് 2 പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത്. ഫീമെയിൽ പപ്പീസ് ചോക്ലേറ്റ് ഈ കളറാണ് കൊടുക്കാനുള്ളത്. 2 ഫീമെയിൽ പപ്പീസ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. 3500 രൂപയ്ക്കാണ് ഡോബർമാൻ്റെ ഒരു പപ്പിയുടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. 2 ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത് ഇവിടെ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് 2.5 വയസ്സ് പ്രായമുള്ള ബീഗിളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സർട്ടിഫിക്കറ്റുള്ള ഡോഗാണ് വന്നിരിക്കുന്നത്. 2.5 വയസ്സ് പ്രായം വിത്ത് KCIയോട് കൂടി 15000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ഫീമെയിലാണ് വന്നിട്ടുള്ളത്. 2.5 വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ബീഗിള്
കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. 15,000 രൂപയാണ് ഈ ബീഗിളിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും വിത്ത് കേസുള്ള അഡൽട്ട് ബീഗിൾ ഫീമെയിലിനെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ജാക്കോബിൻ മെയിലും ഹിപ്പി ഫീമെയിലും ആയിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരെണ്ണം ഹിപ്പിയാണ്, ഒരെണ്ണം ജാക്കോബിനാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് ഇവിടുന്ന് സെയിൽ വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിന് പ്രാവുകൾ സെയിൽ വന്നിട്ട് ബൾക്ക് സെയിലും അവൈലബിൾ ആണ് ഇവിടുന്ന്. അടുത്ത് വന്നിരിക്കുന്നത് റിവേഴ്സ് ഷോർട്ട് ഫേസ് ആണ് വന്നിരിക്കുന്നത്. ചില്ലി റെഡ് മെയിലും സാൻഡിൽ വന്നിരിക്കുന്നത് ഫീമെയിലാണ്. 2000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ്. ഇതായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അങ്ങോട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ്. പീസ് റേറ്റ് 200 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. മുഖികളുണ്ട്, ഒരുപാട് മുഖികളുണ്ട്. അതേപോലെ തന്നെ 10-100 ബേഡുകൾ ബൾക്കായിട്ട് കൊടുക്കാനായിട്ടാ 200 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. മുഖിയുണ്ട്, നാടനുണ്ട്, ക്രോസ് ബേഡ് ഉണ്ട്, സിറാസ് ഉണ്ട്, ഒരു ജോഡി ഫ്രില്ലുണ്ട്. അപ്പോൾ പീസ് റേറ്റ് എല്ലാത്തിനും 200 രൂപയാണ് വരുന്നത്. മിനിമം ഇതിൽ നിന്നൊരു 20 പീസെങ്കിലും എടുക്കണം. മിനിമം സെയിൽ 10-100 ബേഡുകൾ സെയിലുണ്ട്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവർക്ക് നല്ല ലാഭമായിരിക്കും. ഇത് ഫ്രില്ലുണ്ട് കേട്ടോ, ഫ്രില്ല്, അതേപോലെ തന്നെ സിറാസുകൾ, ബർപ്പൻസ്, മൂക്കി, ക്രോസ് ബേഡുകൾ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ ബഡ്ജറ്റ് ഉള്ളവർക്കൊക്കെ നല്ല റേറ്റ് കുറവിന് ബേഡുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ബൾക്ക് സെയിലുകളൊക്കെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നിങ്ങൾ വീഡിയോസൊക്കെ അയക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും പെറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ, ഇപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്ഥലവും മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒട്ടുമിക്കതും നല്ല ഇപ്പോൾ ലെങ്തി വീഡിയോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പെറ്റ്സിനെയും നല്ല രീതിയിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ള നിങ്ങളുടെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല ഓഫറുകളിലൊക്കെ പെറ്റ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് പെറ്റ്സിനെയൊക്കെ പെട്ടെന്ന് ഓഫറിലൊക്കെ വരുമ്പോൾ വാങ്ങാൻ പറ്റുള്ളൂ. ആ ബെല്ലൈക്കണും കൂടി ഓൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ബൾക്ക് സെയിലൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പ്രാവുകൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറുള്ള ബർപ്പൻസും മുഖികൾ ഒക്കെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ ആണ്, ഇതിൽ ഫോട്ടോ ആണ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നത് 13,000 രൂപയാണ് ചോദിക്കുന്നത്. അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിൽ പപ്പി. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാമനാട്ടുകാരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ലാബിൻ്റെയും ഗോൾഡൻ റിട്രീവറിൻ്റെയും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് ലാബിൻ്റെ മദറാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ റിട്രീവറാണ് മെയിൽ വന്നിരിക്കുന്നത്. ഫാദർ ഡോഗ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 ഫീമെയിൽ പപ്പിയും 2 മെയിൽ പപ്പിയാണ് ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബ്, ഗോൾഡൻ റിട്രീവർ ക്രോസ്. ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ബൾക്ക് സെയിലും അവൈലബിൾ ആണ് കേട്ടോ. രാമനാട്ടുകരയാണ് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ വീഡിയോയും ഫോട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 5000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറുകളും അതേപോലെ തന്നെ ലാബിൻ്റെ അഡൾട്ട് ഒരു ഫീമെയിലാണ് സെയിലിന് വന്നിരിക്കുന്നത്.
അപ്പോൾ റേസിംഗ് ഹോമർ 2 മെയിലും ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 3 ഒരുമിച്ച് എടുക്കണമെങ്കിൽ 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. റേസിംഗ് ഹോമറുകൾ അഡൾട്ട് 2 മെയിലും ഒരു ഫീമെയിലും 3 കൂടി 500 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 250 രൂപ വരും. അതുപോലെ തന്നെ അവിടെ നിന്നൊരു 2 വയസ്സ് പ്രായമുള്ള ലാബിൻ്റെ ഫീമെയിലാണ് വന്നിട്ടുള്ളത്. 1 ലിറ്റർ എടുത്താണ് 7 പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ലാബിൻ്റെ ഫീമെയിൽ 2 വയസ്സ് പ്രായം. ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ട് ആൻഡ് സർവീസ് അവൈലബിൾ ആണ്. തിരുവനന്തപുരം ജില്ലയിൽ കരമനയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് റേസിംഗ് ഹോമറിൻ്റെയും അതേപോലെ തന്നെ ലാബിൻ്റെയും. അടുത്തായിട്ട് നമുക്ക് സെയിലല്ല ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കിറ്റണാണ് വന്നിരിക്കുന്നത്, മെയിൽ കിറ്റൺ. 2 മാസം പ്രായമായിട്ടുള്ളൂ. കോട്ടയം ജില്ലയിൽ വടവത്തൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കിറ്റൺ ആരെങ്കിലും നോക്കാനെടുക്കാൻ പറ്റുമെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്, മെയിൽ കിറ്റണാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഷിറ്റ്സുവിൻ്റെ ഒരു 5 മാസമായ ഒരു മെയിൽ സെമി അഡൾട്ട് പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോവളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 5 മാസമായ ഷിറ്റ്സുവിൻ്റെ മെയിൽ പപ്പിയും അതേപോലെ കേജ് അതേപോലെ NNDയുടെ ഫുഡ് 3 കിലോ മൊത്തം കൂടി 17,000 രൂപയാണ് ചോദിക്കുന്നത്. 17,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഷിറ്റ്സുവിൻ്റെ പപ്പിയും അതേപോലെ കേജ് ഫുഡ് അടക്കം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോവളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പോമറേനിയൻ്റെ ഒരു അഡൾട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കേരളപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഒരു ഡെലിവറി കഴിഞ്ഞാണ്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ചോദിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത്, പോമറേനിയൻ സ്പിറ്റ്സ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിൽ വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് ഇവിടെ സെയിലിൽ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ജെറ്റ് ബ്ലാക്കാണ് വന്നിരിക്കുന്നത് പെയർ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് ഇവിടുന്ന് സെയിലിൽ വന്നിരിക്കുന്നത്. 1800 രൂപയാണ് പെയറിൻ്റെ റേറ്റ്. അതേപോലെ 4 ഹിപ്പികളാണ് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റെഡാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ഈ 4 കൂടി ചോദിക്കുന്നത് 1800 രൂപയാണ് ഈ 4 കൂടി റേറ്റ് വരുന്നത്. 2 പെയറാണ് വന്നിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ലുക്കും അതേപോലെ നല്ല ക്വാളിറ്റിയും ഉള്ള ബേഡുകൾ. അടുത്ത് വന്നിരിക്കുന്നത് സാറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ട് സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് കൊമർണറിൻ്റെ ഒരു പെയറാണ് വന്നുള്ളത്. ഈ പെയറിൻ്റെ റേറ്റ് 2000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് കണ്ണൂർ കക്കാട് നിന്നാണ് സെയിലിന് വന്നിട്ടുള്ളത്. കോക്ടെയിലിൻ്റെ ഒരു പെയറാണ് സെയിലിന് വന്നിട്ടുള്ളത്. 1.5 വയസ്സ് പ്രായമുള്ളത്. ഗ്രേ കളർ വന്നിരിക്കുന്നത് മെയിലും സിനമൺ പേള് വന്നിരിക്കുന്നത് ഫീമെയിലാണ്. DNA ഇല്ല. 3500 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് ഒരു ആടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. JP ക്രോസിൻ്റെ ഒരു മുട്ടനാട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 11,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. JP ക്രോസ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഒരു ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ഈ ഫാൻറ്റെയിലിൻ്റെ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ജെറ്റ് ബ്ലാക്കാണ് കളർ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഒരു പശുക്കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
10 മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 12,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ പശുക്കുട്ടീനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 12,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 10 മാസം പ്രായമായത്. റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 12 പ്രാവുകളുണ്ട്. മൊത്തം 2,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ഫാൻറ്റയിൽ ഒരു പറവ, 4 മുഗി, 6 ക്രോസ് ബേഡുകൾ. അപ്പോൾ അത് 2,000 രൂപ. 12 പ്രാവുകൾ. അതേപോലെ തന്നെ 8 കള്ളി കേജ് ഉണ്ട്. അത് 1,500 രൂപയാണ് ചോദിക്കുന്നത്. പ്രാവുകൾ സിംഗിളായിട്ടും കൊടുക്കും. പറവ 250, മുഗി 250. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അരോണ ഫിഷാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 ഫീറ്റ് ലെങ്ത്തുള്ള അരോണ ഫിഷ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,800 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് അരോണ ഫിഷിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 2,800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളവർ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ല സപ്പോർട്ടുകാരാണ് സെയിൽ നടക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.